ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തീയ ജീവിതം ആനന്ദദായകമാണ്. ക്രിസ്തീയ ജീവിതം ആഘോഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സ്നേഹനിധിയായ പിതാവിൻ്റെയും ധൂർത്ത പുത്രൻ്റെയും ഉപമയിൽ നാം കാണുന്നത് പിതാവിൽ നിന്നകന്ന് ലോക സുഖം തേടി ദൂരെ ദിക്കിലേക്ക് പോകുന്ന പുത്രൻ, ജീവിതം ആഘോഷമാക്കുവാൻ പുറപ്പെട്ട് പോയവൻ അവസാനം ദുരിതക്കയത്തിൽ നിപതിക്കുന്നു. തൻ്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപമുണ്ടായ ഈ മകൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. സർവവും നഷ്ടമാക്കിയ ഈ മകനെ യാതൊരു മുൻവിധിയും കൂടാതെ പിതാവ് സ്വീകരിക്കുന്നു. ദൂരവേ കണ്ട് ഓടിയെത്തി അവനെ ആലിംഗനം ചെയ്ത് ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. ധരിപ്പാൻ വിശേഷമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് ചെരിപ്പും ഇടുവിക്കും. തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കും. ഭവനം ആഘോഷ തിമിർപ്പിലാണ്. രക്ഷിക്കപ്പെട്ട ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. ക്രിസ്തുവിങ്കിലേക്കുള്ള മടങ്ങിവരവ് ആഘോഷദായകമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ക്രിസ്തു നൽകുന്ന സന്തോഷവും ആനന്ദവും ആർക്കും തടുക്കുവാനോ നൽകുവാനോ കഴിയാത്തതാണ്. അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നതാണ്. പൗലോസും ശീലാസും തടവറയിൽ കഴിയുമ്പോൾ കാലുകൾ ആമത്തിലിട്ടിരിക്കും, കൈകളിൽ ചങ്ങല ധരിച്ചിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഉള്ളപ്പോൾ തന്നെ അവർ തടവറയിൽ ദൈവത്തെ പാടി സ്തുതിക്കും. ചുറ്റുപാടുകൾ എങ്ങനെയുമായിരിക്കട്ടെ, രോഗമോ പീഡകളോ എന്തുമാകട്ടെ, അതിൻ്റെ നടുവിലും ഒരു ദൈവ പൈതലിന് സന്തോഷിക്കാൻ കഴിയും. അത് ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവുമാണ്. ലോകത്തിന് നൽകുവാനോ കെടുത്തുവാനോ കഴിയാത്ത സന്തോഷവും സമാധാനവുമാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് ജീവനും സമർത്ഥമായ ജീവനുമാണ്. ദൈവരാജ്യം എന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനും സന്തോഷവുമാണ്. നോമ്പ് ആഘോഷത്തിലേക്കുള്ള വാതായനമാണ്. ക്രിസ്തു വസിക്കുന്ന ജീവിതം ആഘോഷ നിറവിലാണ്. അവർ ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളും അവരുടെ അയൽവക്കങ്ങളും അവരുടെ പ്രവർത്തന ഇടങ്ങളും ആഘോഷത്തിൻ്റെ ഇടങ്ങളായി മാറും. സന്തോഷത്തിൻ്റെ സമൃദ്ധിയായ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്താം, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. ഈ നോമ്പുകാലം ആഘോഷത്തിൻ്റെ നാളുകൾ ആകട്ടെ.